കോഴിക്കോട് താമരശ്ശേരിയിൽ വീണ്ടും ചാരായം പിടിച്ചെടുത്തു. എക്സൈസ് പരിശോധനയിൽ 460 ലിറ്റർ വാഷും 40 ലിറ്റർ ചാരായം പിടികൂടി. വിദ്യാർത്ഥി സ്കൂളിൽ ചാരായം കൊണ്ടുവന്ന സംഭവത്തെ തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേർന്നു. ദീപക്, എവിടെ നിന്നാണ് ഈ ചാരായം പിടിച്ചെടുത്തത്? എങ്ങനെയായിരുന്നു ഈ ചാരായ വേട്ട? അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ? ആഷ്മി, പ്രവിധ, ഈ താമരശ്ശേരി മേഖലയിൽ ചാരായ വേട്ട ശക്തമാക്കിയിരിക്കുകയാണ് എക്സൈസ് വിഭാഗം. എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പുലർച്ചയിലും രാത്രിയിലും വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തി വനമേഖലയിൽ കയറി. അതായത് ഈ താമരശ്ശേരി ഒരു മലയോര മേഖലയാണല്ലോ, അവിടെ ഈ മലയോര മേഖലയിലെ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാജ ചാരായത്തിൻ്റെ വലിയ തോതിലുള്ള ഉൽപ്പാദനം നടക്കുന്നു എന്ന് വിവരം ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിലേക്കൊക്കെ നീങ്ങാൻ കാരണം ഈ താമരശ്ശേരി സ്കൂളിൽ വിദ്യാർത്ഥി ചാരായവുമായി എത്തുന്നു. ആ ചാരായ വിൽപ്പനയെ, ആ ചാരായ വിതരണത്തെ തുടർന്നാണ് എക്സൈസ് അന്വേഷണം ആദ്യം ആരംഭിക്കുന്നത്. അങ്ങനെ രണ്ടാനച്ഛൻ്റെ കേന്ദ്രത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും വലിയ രീതിയിലുള്ള ചാരായ ശേഖരം കിട്ടി. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ കാട്ടിൽ നിന്നും വലിയ തോതിൽ, അതായത് 460 ലിറ്റർ വാഷ് പിടിക്കുന്നു. അതുപോലെ 40 ലിറ്ററിലേറെയുള്ള വ്യാജ ചാരായം പിടിക്കുന്നു. ഇവർക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ചാരായ കേന്ദ്രങ്ങൾ, ലഹരി കേന്ദ്രങ്ങളെല്ലാം തന്നെ എക്സൈസ് വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുള്ള നീക്കമാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും ആഷ്മിക്കും പ്രവിധയ്ക്കും അറിയാവുന്നതാണ്, നേരത്തെ തന്നെ താമരശ്ശേരിയിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് MDMA, ചാരായം തുടങ്ങിയ, കഞ്ചാവ് തുടങ്ങിയ നിരവധി കേസുകൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഒരു വലിയ രീതിയിലുള്ള അക്രമവും കൊലപാതകവും ഒക്കെ നടന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എക്സൈസ് വളരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.